ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാൻ നിങ്ങളുടെ ജിൻസി. എല്ലാവർക്കും മദർ ആൻഡ് ചൈൽഡ്ഹുഡ് നമ്മുടെ സ്വന്തം ഫാമിലിയോട്ട് സ്വാഗതം. ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട് കുറേ നാളായില്ലേ, നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇട്ടിട്ട് കുറേ നാളായി. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു കേട്ടോ വീഡിയോസിന് ഇട്ട് തുടങ്ങണം എന്ന്. പലപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഇടണം. പിന്നെ കുറേ തിരക്കുകളും കാര്യങ്ങളും പിന്നെ ഒരു പരിധിവരെ മടിയും ഒക്കെ കൂടെ ആയിട്ട് എനിക്ക് ഇടാൻ പറ്റിയിരുന്നില്ല. ഇപ്പം എൻ്റെ മക്കൾ വരെ എന്നോട് ചോദിച്ചു തുടങ്ങി, അമ്മ ഇപ്പം എന്താ അമ്മ വീഡിയോസ് ഇടാത്തതെന്ന്. അപ്പോൾ അതും കൂടെ ഒരു മോട്ടിവേഷനായിട്ട് ഞാൻ എടുത്ത് വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി തൊട്ട് എൻ്റെ വീഡിയോസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ആഴ്ച ലീവിലാണ്. വെക്കേഷൻ പ്രമാണിച്ച് മക്കൾക്ക് സമ്മർ വെക്കേഷനാണ്. അപ്പോൾ ഇത് ഓഗസ്റ്റ് 1 എന്താ പറയുക, തേഴ്സ്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെക്കേഷൻ ഞങ്ങൾ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യാണ്. മക്കൾക്ക് ഓൾറെഡി സമ്മർ വെക്കേഷനാണ്. അപ്പോൾ മക്കൾ സ്വിമ്മിങ് ക്ലാസ്സിന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ 9 ദിവസമായിട്ട് പോകുന്നു. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ സാധാരണ സ്നോവിനെ കൊണ്ടുപോകാറില്ല. ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ലീവല്ലേ എന്ന് ചോദിച്ചാൽ അവനെയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അവനാന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിയാണ്. കുറേ നാളായി പുറത്ത് പോയിട്ട് കേട്ടോ. ഒന്നാമത് നമ്മൾ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാണല്ലോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പൊടിയൊക്കെ ആയിട്ട് അങ്ങനെ പൊടിയിലേക്ക് അങ്ങനെ ഇറക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷത്തിലേതാ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഓടാണ് കേട്ടോ. നോക്കിയപ്പോൾ അവിടെ ഒരു പൂച്ച ഇരിക്കുന്നു അവിടെ കാറിൻ്റെ അടിയിൽ. അപ്പോൾ നേരെ അതിൻ്റെ അടുത്തോട്ട് പോകണം അവന്. ആ പൂച്ചയെന്ന് വെച്ചാൽ ഇവനെ കണ്ട് ഓട്ടം. ഇവനാന്ന് വെച്ചാൽ പൂച്ചയുടെ അടുത്ത് പോകും വേണം. ഒരു വിധത്തിൽ വലിച്ച് പിടിച്ച് നമ്മൾ വണ്ടിയിലോട്ട് കയറ്റിയിട്ടോ. അങ്ങനെ സ്വിമ്മിങ് ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 9 ദിവസത്തെ ക്ലാസ്സാണ്. അവിടെ ജെൻസിന് അലൗഡ് അല്ല, ലേഡീസിന് മാത്രമേ അലൗഡ് ഉള്ളൂ. അതുപോലെ തന്നെ ആൺകുട്ടികളാണെങ്കിൽ 8 വയസ്സ് വരെ മാത്രമേ അവർ അലൗ ചെയ്യുള്ളൂ. അങ്ങനെ 9 ദിവസത്തെ ക്ലാസ്സാണ് ഉള്ളത്. നമ്മൾ ഏർലി മോർണിംഗ് ആദ്യത്തെ ക്ലാസ് തന്നെയാണ് നമ്മൾ എടുത്തേക്കണം. 8 തൊട്ട് 9 മണി വരെ 1 അവർ ക്ലാസ്. അങ്ങനെ എല്ലാ 1 അവറും അവർക്ക് രാവിലെ ഒരു ബാച്ച്, ഉച്ചയ്ക്ക് അങ്ങനെ ഉണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഏർലി മോർണിംഗ് ഫസ്റ്റത്തെ സ്ലോട്ട് തന്നെ എടുത്തു. കാരണം വെള്ളം നല്ലതാവും, അതുപോലെ തന്നെ രാവിലെ ചൂടും വെള്ളത്തിന് കുറയില്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ എടുത്തത് കേട്ടോ. രാവിലെ എണീപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. അത് പിള്ളേർക്കൊരു എനർജി കൂടുതൽ കിട്ടുമല്ലോ. മക്കൾക്ക് ഇപ്പോൾ സമ്മർ വെക്കേഷൻ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ പക്ഷെ നാട്ടിൽ പോകുന്നില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം പഠിക്കാം. പ്രത്യേകിച്ച് നീന്തൽ എന്നൊക്കെ ആകുമ്പോൾ അത് മക്കൾക്ക് നല്ലതാണ്, അവരുടെ ആരോഗ്യത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് അത് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിലായാലും എന്തെങ്കിലും പ്രത്യേക ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അതൊരു സേഫ്റ്റിയാണ് അല്ലേ. അതുപോലെ തന്നെ ഇതിപ്പോൾ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ, ചെറുപ്പത്തിലേ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. വലിയതായി കഴിയുമ്പോൾ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എക്സ്ട്രാ കരിക്കുലർ ഡാൻസ്, പാട്ട്, അതുപോലെ തന്നെ ശരിക്കും നീന്തലൊരു സബ്ജക്റ്റ് അല്ല, അങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്കി വെക്കണമല്ലേ. അത് നല്ലതാണ് ശരിക്കും. എൻ്റെ ഒരു ഓർമ്മ നീന്തൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണ്ടൊന്നും സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ പഠിപ്പിക്കാൻ വിടുക കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ വീടിൻ്റെ നേരെ മുന്നിൽ കനാലാണ് കേട്ടോ. മെയിൻ കനാലാണ്, PG ഡാമിൽ നിന്ന് വരുന്ന മെയിൻ കനാലാണ്. അപ്പോൾ നമുക്ക് ഈ കനാലിൽ വെള്ളം വിടും, പിന്നെ ചില സമയത്ത് വെള്ളം പൂട്ടും. അപ്പോൾ നമ്മൾ വേനൽക്കാലത്തെ സമയത്തൊക്കെ വെള്ളം പൂട്ടും. ആ പൂട്ടുന്ന സമയത്ത് വെള്ളം കുറഞ്ഞു വരുമ്പോൾ ഞാനും ഫ്രണ്ട്സൊക്കെ കൂടെ ഞങ്ങൾ ഇറങ്ങും കേട്ടോ. ഇറങ്ങി ഇപ്പുറത്തെ കടവിൽ നിന്ന് അപ്പുറത്തേക്ക് നീന്തി പിടിക്കാൻ വന്ന് കളിക്കുക. അതൊക്കെ ഒരു രസമാണല്ലോ. അന്നത്തെ കാലമൊക്കെ ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പലർക്കും അങ്ങനെയൊക്കെ ഓർമ്മയുണ്ടാവില്ലേ? എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ മക്കൾക്കൊന്നും അങ്ങനത്തെ ഒരു കാലം കിട്ടില്ല ഇനി, അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അങ്ങനെ ഞങ്ങളിത് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടോ. രാവിലെ നേരത്തെ ആയാലും കുറേ കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ. ഈ നാട്ടുകാരാണ് കൂടുതൽ, നമ്മുടെ നാട്ടുകാർ കുറവാണ്. രാവിലെ ഈ സമയം ഇപ്പോൾ ഒരു 7:45 ആ സമയത്തേക്ക് നല്ല വെയിലാവട്ടോ. ഇവിടെ നല്ല ചൂടുമാണ്. അങ്ങനെ സ്നോവിയും സല്യാണ്ടും വണ്ടിയിലിരുന്നു. ഞാനും മക്കളും കൂടെ സ്വിമ്മിങ് ക്ലാസ്സിന് വേണ്ടി പോവാണ് കേട്ടോ. അകത്തോട്ട് ഇവരെ കയറ്റില്ല. അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂർ ഞങ്ങൾ അങ്ങോട്ട് പോകും, ഇവരോട് വെയിറ്റ് ചെയ്തിരിക്കും. ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം ഇങ്ങനെ ചെറിയ വീഡിയോസായിട്ട് ഞാൻ വരാം. അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും, അത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.